എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെയും തിരിഞ്ഞത്? അത് വളരെ സിമ്പിളാണ്. ആദ്യമായിട്ടല്ല ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുന്നത്. 2006 ശേഷം കാര്യമായ സംഘർഷങ്ങളില്ലാതെ ഇടയ്ക്കും പിഴയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റോക്കറ്റ് ആക്രമണം നടക്കുന്നു എന്നതല്ലാതെ ഇപ്പോൾ ഒരു പൂർണ്ണ എസ്കലേഷനിലേക്ക് വന്നതിന്റെ പിന്നിൽ തീർച്ചയായും ഹമാസിന് മേൽ ഇസ്രായേൽ അഴിച്ചുവിട്ട, ഗസയ്ക്ക് നേരെ അഴിച്ചുവിട്ട തീവ്രമായ ആക്രമണം, അതിനോടുള്ള സ്വാഭാവിക പ്രതിരോധം എന്ന നിലയിൽ ഇറാന്റെ പിന്തുണയോടുകൂടി ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്ന് ഇസ്രായേൽ പറയുന്നു. അതിന് കാരണം 60,000-ൽ പരം ഇസ്രായേലി പൗരന്മാരെയാണ് ആ പ്രദേശത്തു നിന്നും, വടക്കൻ ഇസ്രായേലിൽ നിന്നും, അതാണ് തെക്കൻ ലെബനനും വടക്കൻ ഇസ്രായേലും അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളാണല്ലോ, വടക്കൻ ഇസ്രായേലിൽ നിന്നും മാറ്റി പാർപ്പിച്ച, യുദ്ധം തുടങ്ങിയതിനു ശേഷം നിരന്തരം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായതിനാൽ കഴിഞ്ഞ 1 വർഷമായി, അതായത് ലെബനൻ യുദ്ധമല്ല മറിച്ച് ഹമാസുമായുള്ള പോരാട്ടം തുടങ്ങിയപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നു. അതുകൊണ്ട് വടക്കൻ ഇസ്രായേൽ സുരക്ഷിതമല്ലാതായി മാറി. 1 വർഷത്തോളമായി വടക്കൻ ഇസ്രായേലിലെ 60,000-ൽ പരം പൗരന്മാർ വിവിധ ഇടങ്ങളിലായി സുരക്ഷിതമായ താവളങ്ങളിൽ താമസിക്കുകയാണ്. തെക്കോട്ട് മാറി അവരെ പുനരധിവസിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, അദ്ദേഹം തീവ്ര നിലപാടുകാരനാണ്, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ എന്തു വില കൊടുത്തും ഞങ്ങളുടെ പോപ്പുലേഷനെ, ജൂതന്മാരെ വടക്കൻ ഇസ്രായേലിൽ പുനരധിവസിപ്പിക്കും. അതുകൊണ്ട് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ നിർത്തണം. അത് മാത്രമല്ല, ഒരു ബഫർ സോൺ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിക്കും ലെബനന്റെ തെക്കൻ അതിർത്തിക്കും മധ്യേ ഒരു 12 കിലോമീറ്ററോളം വരുന്ന ഒരു ബഫർ സോൺ, ന്യൂട്രൽ ബഫർ സോൺ, യുദ്ധമില്ല സോൺ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ വെറുതെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത് എന്ന് ഹിസ്ബുള്ളയെ വാൺ ചെയ്തു. പക്ഷെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണത്തിന്റെ കടുപ്പം കൂടുകയാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന്റെ ഒരു പ്രധാന കാരണം ഏതാണ്ട് പൂർണ്ണമായി ഹമാസ് നിഷ്കാസിതമായില്ലെങ്കിൽ പോലും ഹമാസിന്റെ പ്രഹരശേഷി കുറഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ളത് ഹിസ്ബുള്ളയാണ്. എന്നാൽ ഹമാസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹിസ്ബുള്ളയുടെ ശക്തി ഏതാണ്ട് 6-7 മടങ്ങ് വരും. അംഗസംഖ്യ കൊണ്ടും ആയുധബലം കൊണ്ടും ഹിസ്ബുള്ള ഹമാസിനേക്കാൾ വളരെ വലിയ നിലയിലാണ്. അത് മാത്രമല്ല, പ്രോപ്പർലി ട്രെയിൻഡ് മിലിഷ്യയാണ് ഹിസ്ബുള്ള. ഏതാണ്ട് 100,000-ഓളം പോരാളികൾ, പടയാളികൾ, ഫൈറ്റേഴ്സ് ഉണ്ടാകും. അതിൽ 30,000 എലീറ്റ് ഫൈറ്റേഴ്സ് ആണ്. ബാക്കിയുള്ളവ പ്രത്യേക പരിശീലനം ലഭിച്ച സായുധ സൈന്യമാണ്. ഈ സൈന്യത്തെ നിസ്സാരവൽക്കരിച്ച് കാണാനാവില്ല. ലെബനന്റെ ദേശീയ സൈന്യത്തെക്കാൾ ശക്തിയുള്ളത് ഹിസ്ബുള്ളയുടെ സൈന്യത്തിന് തന്നെയാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ നേരിടാൻ ലെബനൻ എന്ന രാജ്യത്തിനാവില്ല. കാരണം വളരെ ദുർബലമായ ഒരു വ്യവസ്ഥിതിയാണ്. ലെബനൻ നമുക്കറിയാം മുസ്ലിം രാജ്യം മാത്രമല്ല, ഒരു ക്രൈസ്തവ രാജ്യം കൂടിയാണ്. 40% ക്രൈസ്തവർ അധിവസിക്കുന്ന, ഇപ്പോഴും മധ്യപൗരസ്ത്യ പ്രദേശത്തെ ക്രൈസ്തവ സാന്നിധ്യം ശതമാനക്കണക്കിൽ ഏറെയുള്ള രാജ്യമാണ് ലെബനൻ. ലെബനൻ യഥാർത്ഥത്തിൽ മാരനൈറ്റ് ക്രിസ്ത്യൻസിന്റെ ഒരു കേന്ദ്രം കൂടിയാണ്. പക്ഷേ ക്രിസ്ത്യൻസിന്റെ ശതമാനക്കണക്കിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ലെബനിൽ കുറഞ്ഞു വരികയും ഇസ്ലാമിക് പോപ്പുലേഷൻ, അത് ഷിയ മുസ്ലിങ്ങൾ മാത്രമല്ല സുന്നി മുസ്ലിങ്ങൾക്ക് തന്നെയാണ് അവിടെ എണ്ണത്തിൽ കൂടുതൽ. ഷിയ മുസ്ലിങ്ങളുടെ സായുധ സംഘമാണ് ഹിസ്ബുള്ള എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ എല്ലാ വിഭാഗങ്ങളും സായുധമായി സംഘടിച്ചിരിക്കുന്നു. ദുർബലമായ ഒരു ഗവൺമെന്റാണ് ലെബനനുള്ളത്. ഇസ്രയേലും ലെബനനും തമ്മിൽ അല്ല യുദ്ധം. പക്ഷെ പ്രാക്ടിക്കലി ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ട് ഇന്ന് വളരെ വലിയൊരു തീഗോളമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 1300-ലധികം കേന്ദ്രങ്ങളിൽ, അതിൽ പലതും ഭവനങ്ങളാണ്. ഈ മിസൈലുകൾ പലപ്പോഴും ഒളിപ്പിച്ചു വെക്കുന്നത് ഭവനങ്ങളിൽ ആണ്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിലാണ്, ഭവനങ്ങളോട് ചേർന്നാണ്, അല്ലെങ്കിൽ സ്കൂളുകളോടും ആശുപത്രികളോടും ചേർന്ന ഇടങ്ങളിലാണ്. അത് മാത്രമല്ല, ഈ ടാങ്കുകളും കവചിത വാഹനങ്ങളും അതുപോലെ മിസൈൽ ലോഞ്ച് പാഡുകൾ, പലപ്പോഴും ഈ കാർപോർച്ച് പോലെയുള്ള സ്ഥലങ്ങൾ, വീടുകളുടെ കാർപോർച്ച് പോലെയുള്ള സ്ഥലങ്ങൾ സീൽഡ് കാർപോർച്ചുകളാണ്. അങ്ങനെയുള്ളിടങ്ങളിൽ നിന്ന് പെട്ടെന്ന് വെളിയിലേക്ക് വരികയും മിസൈൽ തൊടുക്കുകയും അകത്തേക്ക് പോവുകയും ചെയ്യുന്ന, ഉൾവലിയുകയും ചെയ്യുന്ന ഒരു പ്രവണത. ഇതെല്ലാം തന്നെ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ, സാറ്റലൈറ്റ് കണ്ണുകൾ കാണുന്നു. അത് ലക്ഷ്യമാക്കി ഒറ്റയടിക്കാണ്. ഇത് 3rd വേവ് ആണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അത് കേവലം 3 ദിവസത്തിനുള്ളിൽ സംഭവിച്ചതാണ്. 1-ാം ദിവസം പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു, അത് വളരെ വലിയ വാർത്തയായതാണ്. അപ്പോൾ തന്നെ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ആകെപ്പാടെ തകർന്നു. 2-ാം ദിവസം ശവസംസ്കാര വേളയിൽ സംഭവിക്കുന്നത് വളരെ നാടകീയമായി വോക്കി ടോക്കികൾ, പേജറുകളോടൊപ്പം വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ 4000 പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു.
വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു. അതോടൊപ്പം തന്നെ ബാറ്ററി ഘടിപ്പിച്ച ഏതാണ്ട് എല്ലാ തരം ഉപകരണങ്ങളും പൊട്ടിത്തെറിക്കുകയാണ്. സോളാർ സെല്ലുകൾ ഉൾപ്പെടെ, സോളാർ ബാറ്ററികൾ ഉൾപ്പെടെ മറ്റു ഇടങ്ങളിൽ ബാറ്ററികൾ ഉപയോഗിക്കുന്ന എല്ലാ ഇടങ്ങളിലും പൊട്ടിത്തെറികൾ സംഭവിക്കുന്നതിന് കാരണം ഇസ്രായേൽ വർഷങ്ങളായി ഇതിനുള്ള പ്ലാനിങ്ങിലായിരുന്നു. കേവലം പേജറുകളുടെ സപ്ലൈ ചെയിനിലേക്കോ പ്രൊഡക്ഷൻ നെറ്റ്വർക്കിലേക്കോ കടന്നു കയറിയത് മാത്രമല്ല, ഏറെ വർഷങ്ങളായി ഇങ്ങനെ ഒരു ആക്രമണത്തിന് ലെബനനിൽ സംഭടിച്ചിരിക്കുന്ന ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണത്തിന് ഏറെക്കാലമായി ഇസ്രായേൽ തയ്യാറെടുത്തിരുന്നു എന്നതിന്റെ സൂചനയാണ് ആ ആക്രമണം. അത് മാത്രമല്ല, അതിന്റെ നാൾ വഴികളും മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിരുന്നു. അതിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം വന്നപ്പോൾ ആഞ്ഞടിച്ചു. ഹിസ്ബുള്ളയെ അടിക്കുന്നതിന് തൊട്ട് മുൻപായി ഹമാസിനെ ഏതാണ്ട് ഫിനിഷ് ചെയ്തു. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ റെസിസ്റ്റൻസ് ഇനി ഉണ്ടാവില്ല എന്ന ബോധ്യം വന്നതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതും. ആ മൂന്നാം വേവ് എന്ന് പറയുന്നത് ആദ്യ വേവ് പേജറുകളാണ്, രണ്ടാം വേവ് വോക്കി ടോക്കികളാണ്, മൂന്നാം വേവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലി എയർഫോഴ്സ് രംഗത്ത് വരികയാണ്. നൂറുകണക്കിന് ഇസ്രായേലി വിമാനങ്ങൾ ലെബനന്റെ ആകാശ അന്തരീക്ഷത്തിൽ തീമഴ പെയ്യിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെയാണ് യുദ്ധം ഇപ്പോൾ ഹമാസിന്റെ ഓക്കുപേഷനിൽ ഉണ്ടായിരുന്ന ഗാസ മുനമ്പിൽ നിന്നും ഇപ്പോൾ അങ്ങ് വടക്ക് ലെബനന്റെ ഭാഗത്തേക്ക് മണ്ണിലേക്ക് കയറുന്നു. ലെബനൻ ഇന്ന് ഏതാണ്ട് പൂർണ്ണ യുദ്ധത്തിലാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലയാവർത്തി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, യുദ്ധം ലെബനനുമായിട്ടല്ല ഹിസ്ബുള്ളയുമായിട്ടാണ്. നിങ്ങൾ ഹിസ്ബുള്ളയുമായിട്ട് ലെബനിലെ ജനങ്ങളോടായി വിവിധ ടെലിഫോൺ മെസ്സേജുകൾ, അതുപോലെ മൊബൈൽ മെസ്സേജുകൾ, SMS-കൾ ആയിരക്കണക്കിനാണ്. ഇതിലെല്ലാമുള്ള സന്ദേശം എന്താണ്? നിങ്ങളുടെ ഭവനങ്ങൾ ഹിസ്ബുള്ളയുടെ താവളങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ, ഹിസ്ബുള്ള ആയുധങ്ങൾ ഒളിപ്പിക്കാനുള്ള ഇടങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ ദയവായി ഹിസ്ബുള്ളയിൽ നിന്ന് അകലം പാലിക്കൂ, ഞങ്ങൾ ആക്രമിക്കും. ഈ മുൻകൂട്ടി തന്നെയുള്ള ഈ വാക്കുകൾ അവഗണിച്ച ആളുകൾക്കെല്ലാം നേരെ, അതുകൊണ്ടാണ് പലരും നിസ്സഹായരായ പലരും പിടഞ്ഞു മരിച്ചത്. അതുകൊണ്ടാണ്. അപ്പൊ ആക്രമണത്തിന്റെ നാൾ വഴികളെക്കുറിച്ചും ആക്രമണത്തിന്റെ രീതിയെക്കുറിച്ചും ഇന്നത്തെ ലേറ്റസ്റ്റ് അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ആയിരുന്നു ഈ വീഡിയോ. മറ്റൊരു വീഡിയോയിലൂടെ തീർച്ചയായും ഇസ്രായേലിന് മുമ്പുള്ള ഓപ്ഷൻസ്, ഇസ്രായേലിന് മുൻപോട്ടുള്ള ഓപ്ഷൻസ്, ലെബനനെ സംബന്ധിച്ചിടത്തോളം, ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഓപ്ഷൻസ് എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ച് മറ്റൊരു വീഡിയോയും കൂടി ചെയ്യാനുള്ളത് കൊണ്ട് ഈ ആക്രമണത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രം മാത്രം വിവരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ.